ഹലോ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഈവനിങ് വ്ളോഗായിട്ടാണ്. അതായത് വീട്ടിൽ തന്നെ ഇരുന്നിട്ട് മതിയായി, ഭയങ്കര ബോറടിച്ചു തുടങ്ങി. കാരണം ഈ മഴയൊക്കെ പെയ്യുമ്പോൾ ഈ ഒരു വൈബിലേക്ക് നമുക്കിങ്ങനെ ഈവനിങ് ഒക്കെ ഇങ്ങനെ വൈബിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ത്രില്ലാണ്. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള തന്നെ ഒരു നല്ലൊരു സ്പോട്ടിലേക്കാണ് പോകുന്നത്. അതായത് നമ്മുടെ അത് പോകുമ്പം പറയാമല്ലേ, ഇപ്പോൾ പറഞ്ഞാൽ എന്താ ഇതിനുള്ള സർപ്രൈസ് ഉള്ളത്, അപ്പോൾ വഴിയേ പറയാം. അപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെ, എൻ്റെ വീടിൽ നിന്ന് ഏകദേശം ഒരു ഞാൻ പറഞ്ഞു തരാം, അത്രയേ ഉള്ളൂ, 10 മിനിറ്റ്. ഈ ഒരു വണ്ടി ബൈക്കിലൊക്കെ 5 മിനിറ്റ് മതിയാകും, അത്രേ വേണ്ടൂ. കുറച്ച് ദൂരം, അതായത് എൻ്റെ വീടിൽ നിന്ന് പടിഞ്ഞാറോട്ടേക്കാണ് ഇത് പോകുന്നത്. അപ്പോൾ അഴീക്കൽ, അതായത് എൻ്റെ വീടെല്ലാവർക്കും പറയും തോന്നുന്നു, ഞാൻ എല്ലാ വ്ളോഗ്സിലും പറയാറുണ്ട്, അഴീക്കലാണ് എൻ്റെ ഗ്രാമം അല്ലെങ്കിൽ സ്ട്രീറ്റ്, അഴീക്കൽ സ്ട്രീറ്റ്. ഇതാണ് കേട്ടോ ബസ് സ്റ്റാൻഡ്. അപ്പോൾ നമ്മൾ നേരെ പടിഞ്ഞാറോട്ടേക്കാണ് പോകുന്നത്. പടിഞ്ഞാറ് എന്തായിരിക്കും എല്ലാവർക്കും അറിയില്ലേ, പടിഞ്ഞാറ് എന്താ, കടലല്ലേ, കടൽ തന്നെ. അപ്പോൾ എല്ലാ ബീച്ചിൽ നിന്നും വ്യത്യസ്തമാണ് അഴീക്കൽ ബീച്ച്. അപ്പോൾ അതിൻ്റെ വ്യത്യസ്തത എന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? വാ, കം ഓൺ, ഫോളോ മീ. അപ്പോൾ നമ്മൾ സുന്ദരി ഓട്ടോയിലാണ് പോകുന്നത്. ബൈക്കൊന്നും എടുക്കാൻ അച്ഛന് തീരെ താല്പര്യമില്ല. സോ അച്ഛൻ തന്നെയാണ് എവിടെ എന്തെങ്കിലും പോകണം, ബോറടിക്കുന്നു, അങ്ങനെ ആകുന്നു ഇങ്ങനെ ആകുന്നു എന്നൊക്കെ പറഞ്ഞാൽ അച്ഛൻ മാത്രമേ ഉള്ളൂ ഗൈസ് എനിക്ക്. ഇത് നമ്മുടെ ഐസ് ഫാക്ടറിയാണ് കേട്ടോ, നമ്മൾ അഴീക്കലുള്ള ഐസ് ഫാക്ടറി. കണ്ണൂർക്കാർക്ക് തിരിയായിരിക്കും, കണ്ണൂർക്കാർക്ക് മനസ്സിലാകും ഈ ഭാഗത്ത് വന്നാൽ. പിന്നെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഈ സ്ഥലത്തിന് പറയുന്നത് അഴീക്കൽ ബീച്ച് എന്നൊന്നുമല്ല കേട്ടോ, അഴീക്കക്കാർക്ക് അറിയാം ഇത് അഴീക്കൽ ബീച്ച് എന്നല്ല പറയാം, പുലിമുട്ട് എന്നാണ് പറയാം. നമ്മൾ കല്ലട്ടി എന്ന് പറയും. കാരണം എന്ന് വെച്ചാൽ കല്ലിങ്ങനെ അട്ടി വെച്ചിട്ടുള്ള സ്ഥലമല്ലേ. അതുകൊണ്ട് ബീച്ചിൽ നിന്നും, അതായത് ചാൽ ബീച്ചിൽ നിന്നും ഇതിനെ വ്യത്യസ്തമാക്കുന്നത്, ചാൽ ബീച്ചുണ്ട്, ഒരുപാട് ബീച്ചുണ്ട് കേട്ടോ, കണ്ണൂർക്കാർക്ക് അറിയാം, അല്ലെങ്കിൽ ഈ നാട്ടുകാർക്കൊക്കെ അറിയാം. നമ്മുടെ ഈ ഒരു ഭാഗത്തെല്ലാം നല്ല ഒരുപാട് ബീച്ചുള്ളതാണ്. അതിൽ നിന്ന് ഇതിനെ വ്യത്യസ്തമാക്കുന്നത് എന്ന് വെച്ചാൽ നമുക്ക് അക്കരെയുള്ള കാഴ്ച കാണാം. പിന്നെ എന്ന് പറഞ്ഞാൽ പോകുമ്പോൾ പറഞ്ഞാൽ പോരെ, വെറുതെ എന്തിനാ നിങ്ങളെ ഇൻട്രസ്റ്റിംഗ് കളയുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് പോകാമല്ലോ, പാക്കാമോ. അപ്പോൾ നമ്മൾ എത്തിയിട്ടോ. ഇതാണ് സ്പോട്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ, എന്താ പറയുക, നമ്മൾ ഈ ചിത്രമൊക്കെ വരച്ച പോലത്തെ ഒരു എന്താ പറയുക പുഴയാണിത് കേട്ടോ. കടൽ വേറെയുണ്ട്, പുഴ വേറെയുണ്ട്. അതിലാണൊരു ട്വിസ്റ്റ്. ഇപ്പം നിങ്ങൾ എന്തെങ്കിലും വിചാരിക്കും കടലും പുഴയോ, ശരിയാണ് ഗൈസ്, ഇത് കടലാണ്, മാറിപ്പോയി, ഇത് പുഴയാണ്. അതായത് നമ്മളുടെ വളപട്ടണം പുഴയും അറബിക്കടലിലും ഒന്നിച്ചുള്ള സ്ഥലമാണ് ഗൈസ് ഇത്. നിങ്ങൾ അഴീക്കൽ തുറമുഖം അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടോ? എന്നാൽ ഇതൊക്കെ ഇവിടെയൊക്കെ ഇമ്പ്രൂവ് ആകാൻ വരാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങളൊക്കെ ഒരു ദിവസം ഈ ഒരു നാട് തിരിച്ചറിയുന്ന ഞാൻ വിചാരിക്കുന്നു. കാരണം നമ്മൾ കുറേ ഡെവലപ്പായി തുടങ്ങിയെന്ന് നിങ്ങൾ പത്രത്തിൽ വായിക്കുന്നവരാണെങ്കിൽ തിരിയും, മനസ്സിലാകും, അതുവരെ കഴിയും. പിന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ കപ്പൽ, അതായത് കരക്കടിഞ്ഞിട്ട് വന്നെന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടോ കണ്ണൂർ? ആ സ്ഥലം ഈ ഒരു ഭാഗത്ത് നിന്ന് കുറച്ച് തെക്കോട്ടാണ്. അപ്പോൾ നമ്മൾ വ്യൂ പോയിന്റിലേക്ക് എത്തി. അത് വ്യൂ പോയിന്റ് ഒന്നും പറയാനില്ല, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലമാണ്. ഒന്നാമത്തെ ഈ സ്ഥലത്തിൻ്റെ ഗുണം എന്ന് പറയുന്നത് പ്രൈവസി, അതായത് മനുഷ്യനുണ്ടാവില്ല ഗൈസ്. കാരണം ഇവിടെ കടകളോ അങ്ങനത്തെ ഒന്നും ഇങ്ങനെ നമ്മൾ പോകുന്ന വഴിക്കിന് കടകളോ ഐസ് വെക്കുന്ന വീഡിയോ ഒന്നുമില്ല കേട്ടോ. അത് വരക്കാര്യം ഒന്നും ഒരു സാധനം കിട്ടൂല. നിങ്ങൾ വാങ്ങിയിട്ട് ഇതിലൂടെ നടന്നിട്ട് പോകണം. പിന്നെ എന്ന് പറഞ്ഞാൽ ബൈക്ക് അങ്ങ് വരെ ബൈക്ക് പോകും, കാർ ഒരു നിശ്ചിത അകലം വരെ പോകും. അതായത് കുറച്ച് ഡിസ്റ്റൻസ് മാത്രമേ കാർ പോകും. അത് ഞാൻ കാണിച്ചു തരാം കാർ എത്രമാത്രം പോകുന്നു. പിന്നെ എന്ന് പറഞ്ഞാൽ ഇത് കാണുന്നില്ലേ, അതിൻ്റെ അക്കരെ നിന്നാലെങ്ങനെ ആശ തീരും കേട്ടിട്ടുണ്ട്. അവിടെ അക്കരെയാണ് മാട്ടൂൽ ബീച്ച്. ഞാൻ ഇത് ഇവിടെ നിന്നാണ് കേട്ടോ എൻ്റെ കല്യാണത്തിൻ്റെ ഔട്ട്ഡോറൊക്കെ ഷൂട്ട് ചെയ്തത്. അപ്പോൾ ആ ഒരു നൊസ്റ്റാൾജിക്ക് വേണ്ടിയിട്ട് ഞാൻ അവിടെ നിന്ന് ഇരുന്ന് കളിച്ചു. സത്യമാണ് കിട്ടിലും വൈബാണ്. അതായത് ഒറ്റയ്ക്ക് വന്നിരുന്നാലും ഇനി ഫ്രണ്ട്സിൻ്റെ കൂടെ വന്നിരുന്നാലും അല്ലെങ്കിൽ എന്താ പറയണ്ടേ, ലവേഴ്സിൻ്റെ കൂടെ ഇരുന്ന് ഭയങ്കര പ്രൈവസി. ഒരു മനുഷ്യനുണ്ടാവില്ല ഗൈസ്, അതായത് ഉണ്ടാകും ഇങ്ങനെ എന്താ പറയുക, ചൂണ്ടിയിടാൻ വന്ന ടീമില്ലേ, അങ്ങനെ അല്ലെങ്കിൽ 1-2 അങ്ങനെ ആൾക്കാരേ ഉണ്ടാവും. ചാൽ ബീച്ചിൽ പിന്നെ പറയേണ്ട ഒരുപാട് ആളുണ്ട്. എൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് എന്താ പറയുക തെക്കോട്ടാണ് ചാൽ ബീച്ച്, കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ചാൽ ബീച്ചാണ്. ചാൽ ബീച്ചിൽ പോകാൻ എനിക്ക് തീരെ താല്പര്യമില്ല. എനിക്ക് ഈ കല്ലാട്ടി, അതായത് ഞാൻ കല്ലാട്ടി എന്ന് വിളിക്കാം, പുലിമുട്ട് എന്ന് വിളിക്കും, ചില ആൾ അഴീക്കൽ ബീച്ച് എന്ന് അറിയപ്പെടുന്നു, അങ്ങനെയൊക്കെ പറയുന്ന സ്ഥലത്തിന് എനിക്ക് ഈ സ്ഥലം ഭയങ്കര ഇഷ്ടമാണ്, ഈ സ്പോട്ട്. കാരണം എന്ന് വെച്ചാൽ കുറേ നൊസ്റ്റാൾജിയ ഫീലിങ്സ് ഉണ്ട്. കാരണം ഞാൻ പണ്ട് ഇലക്ഷന് നിന്ന ടൈമും ഇവിടെയൊക്കെ വന്നിരുന്നു. ആ ഒരു
ആ ഒരു ഓർമ്മകൾ. അത് പിന്നെ പോട്ടെ. ഇലക്ഷൻ നിന്നിന് കേട്ടോ, പഞ്ചായത്തിൽ നിന്ന് ഇലക്ഷൻ നിന്നിട്ട് കുറച്ച് വോട്ടെല്ലാം നേടിക്കൊടുത്ത ആളാണ് ഞാൻ. അയ്യോ, നിങ്ങളോട് ഇത് പറഞ്ഞിട്ട് എന്നെ പൊക്കി കാണിക്കുന്നൊന്നുമല്ല ഗൈസ്, സത്യമായിട്ട് നന്നിന് കേട്ടോ, കളവൊന്നുമല്ല. ഇനി അടുത്ത നമ്മളിന്ന് വെച്ചാൽ ഈ ഒരു ദൂരം എന്ന് പറയുന്നത് ഇതിപ്പോൾ എല്ലാം നമ്മൾ കാണുന്നത് പുഴയാണ്. ഇവിടെ നിന്നാണ് മത്സ്യമെല്ലാം പിടിക്കും, കണ്ട ചൂണ്ടിയിടുന്നുണ്ട് കുറച്ച് ആൾക്കാർ. പിന്നെ എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്ത് വരുമ്പോൾ നല്ലൊരു കാറ്റടിച്ചിട്ട് ഗൈസ് കിട്ടിയില്ല, കാറ്റിയെ നോക്കിയിട്ട് ആ ഇലകൾ ആടുമ്പോൾ. പക്ഷേ എൻ്റെ ഈ ഫോണിൻ്റെ ക്ലാരിറ്റി ഇല്ലായ്മ കൊണ്ടാണ് ഗൈസ് ഇതൊന്നും അത്ര വലിയ നിങ്ങൾക്ക് തോന്നാത്ത. സത്യം പറഞ്ഞാൽ നല്ലൊരു ഫോണുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. ഈ ഒരു സ്ഥലത്ത് നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അടിപൊളി. നിങ്ങൾക്ക് ഈ ലവേഴ്സിലാണെങ്കിൽ അല്ലെങ്കിൽ നല്ല പ്രൈവസി വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇവിടെ വന്നാൽ മതി. ഇവിടെ ആകെ 5-6 ആൾ മാത്രമേ ഉണ്ടാവും. പിന്നെ കണ്ട ഇവിടെ പക്കാൻ വരും എന്ന് പറയാം, ചൂണ്ടിയിടാൻ വരും. ചൂണ്ടിയിട്ടിട്ട് അവർ മത്സ്യം പിടിച്ചിട്ട് പോകും. കുറേ സമയം ഇരിക്കും, അവരവരെ പണിയെടുക്കും. പക്ഷേ ഇതിനേക്കാൾ കൂടുതൽ ദൂരത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്മളെ സ്പോട്ട് കണ്ടാ കാർ ഇത് എടുത്തം വരെ എത്തും. കണ്ടാ കുറച്ചും കൂടി മൂവ് ചെയ്തിട്ട് കുറച്ചും കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആ സ്ഥലം വരെ നമുക്ക് കാർ കാണാൻ പറ്റും. മാത്രമല്ല ഇന്നത്തെ ആകാശം കാണാൻ എന്ത് ചന്താന്ന് നോക്കിയിട്ട് പുല്ല് മുട്ടായി പോലെയുണ്ടല്ലേ. നമുക്ക് ഇവിടുന്ന് അതൊക്കെ കാണാം. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ബീച്ചിലൊക്കെ പോയാൽ, സാധാരണ ഈ ഒരു ബീച്ചിലൊക്കെ പോയി കഴിഞ്ഞാൽ നിറച്ചു ആളും ബാളും ബഹളും. പക്ഷേ ഇത് ഭയങ്കര സൈലൻ്റ് ഏരിയ ആണ്. കടലും കാണാം, പുഴയും കാണാം, അക്കരെ കാണാം. ആ അക്കരെ എന്നുള്ളത് മാട്ടൂലാണ്, മാട്ടൂൽ ബീച്ച്. പിന്നെ എന്താണ് കുറച്ച് അതാ കണ്ട നമ്മളിപ്പോൾ ഇത്രയോ ദൂരം നടന്നിട്ടാണ് രണ്ടാളെ കാണുന്നത്. അതാ പറഞ്ഞത്, അത്രയും പ്രൈവസി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ സ്ഥലത്ത് വന്നോടൂ. ഞാൻ സ്പോട്ടെല്ലാം പറഞ്ഞുതരാം. അതായത് വളവട്ടണത്ത് നിന്ന് ലെഫ്റ്റ് നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കാണുന്ന ആ ഒരു നമ്മൾ ഗൂഗിൾ മാപ്പിലെല്ലാം കറക്റ്റായിട്ട് ഈ സ്ഥലമുണ്ട് കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഈ കടൽ മാത്രമോ പുഴ മാത്രമോ അങ്ങനെയൊന്നുമല്ല. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക, മെയിനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നത് പ്രൈവസിയാണല്ലേ. നമ്മൾ ഈ മൈൻഡ് നല്ല കൂളായിട്ട് സൈലൻ്റ് ഏരിയയിൽ നിന്നാലല്ലേ നമ്മളെ മൈൻഡെല്ലാം കൂളാവും. വെറുതെ വീട്ടിൽ നിന്ന് എൻജോയ് ചെയ്യാൻ വരുന്ന ടീമാണെങ്കിൽ ഓക്കെ, ബഹളമൊക്കെ വേണമെങ്കിൽ ആ ഒരു അറ്റ്മോസ്ഫിയറിൽ പോവാം. പക്ഷേ നല്ല കാമായിട്ടിരിക്കാൻ സമാധാനം ആഗ്രഹിക്കുന്നവർക്ക് ഇവിടെ വരാം. കാരണം ഒരു ഫാമിലിയോടെ വന്നിട്ട് ചൂണ്ട പിടിക്കുകയാണ്. നോക്കിയാട്ടെ നിങ്ങളും, ഇപ്പോൾ ഞാൻ എത്രയോ ഡിസ്റ്റൻസ് നടന്നപ്പോഴാണ് ആ ഫാമിലീനെ കണ്ടത്. അതാ ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ നടന്ന ഡിസ്റ്റൻസ് ഉണ്ടാകും, കുറച്ചിങ്ങനെ നടക്കാനുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ ഈ നടത്തം നമ്മളുടെ പ്രിയപ്പെട്ടവരോട് കൂടിയാണെങ്കിൽ ഈ നടത്തമൊന്നും ഒരു ദൂരമായി തോന്നുകയില്ല. അത്രക്കും നല്ല അടിപൊളി വൈബാണ് ഗൈസ്. കുറച്ച് കഴിഞ്ഞാൽ സൺസെറ്റ് കാണാൻ വേണ്ടി പറ്റും. സൺസെറ്റ് എല്ലായിടത്തും കാണാമല്ലേ, അങ്ങനെയല്ല, നല്ലൊരു വൈബ് കാണാൻ വേണ്ടി പറ്റും. പിന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് തോണിക്കാർ വരുന്ന കാണാം, ഒക്കെ ഇവിടെ നിന്ന് കാണാൻ വേണ്ടി പറ്റും. പിന്നെ നമുക്ക് അവിടെ ഇരുന്ന് റെസ്റ്റ് നമുക്ക് പുഴയൊക്കെ നോക്കി കണ്ടൂടെ. ഈ കടലിൻ്റെ ഈ സൈഡിലൊക്കെ ഒരുപാട് ആളുകളുണ്ടാവില്ലേ ഈ ബീച്ചിൽ. പക്ഷേ ഇവിടെ ആരുമില്ലല്ലോ. നമുക്ക് നമ്മളെ പ്രൈവസി പോലെ അവിടെ ഇരുന്നിട്ട് കുറേ വർത്തമാനം പറയാം, നല്ലോണം ആസ്വദിക്കാം. അച്ഛനങ്ങ് മുന്നോട്ടെത്തി, ഞാനിങ്ങനെ ബാക്കിൽ ഇങ്ങനെയുള്ള ഗൈസ്. കുറച്ച് നടക്കാനുണ്ട്, ആരുമില്ല. നിങ്ങളിപ്പം തന്നെ നോക്കിയാട്ടെ, ഞാനിപ്പോൾ എത്രമാത്രം നാണോ ആടെ കണ്ട ആൾ എത്ര ആൾക്കാരെ കണ്ടേ, ഒരു 5-6 ആൾ കണ്ടാ, 3-4 ആളിൽ കണ്ടിട്ടുള്ളൂ. പിന്നെ കണ്ട ഒരുപാട് ബൈക്ക് കണ്ട. ഇതിൻ്റെ അറ്റം വരെ ഉണ്ട് സംഭവം. അതായത് ലെഫ്റ്റ് കാണുന്നത് കടൽ, അപ്പുറം കാണുന്നത് പുഴ. അപ്പോൾ കടലും പുഴയും ചേർന്ന ഒരു സ്ഥലമാണ് ഇത്. അപ്പം മാത്രമല്ല ഇങ്ങനെയെല്ലാം ഇതെല്ലാം എന്താ ഇത്ര വലിയ അതിശയമൊന്നും നിങ്ങൾ വിചാരിക്കുന്നു. അതിശയം എന്ന് വെച്ചാൽ കാണാത്തവർക്ക് അതിശയം തന്നെയാണല്ലേ. ഈ ഒരു സ്ഥലം കണ്ട അങ്ങോട്ട് ഞാൻ സൂം ചെയ്യുന്ന കാണിച്ചിരുന്നത്, അവിടെയാണ് ചാൽ ബീച്ച്, മീൻകുന്ന് ബീച്ച്. നമ്മൾ ഈ ആടെയുള്ള ബീച്ചൊക്കെ ആ സൈഡിലാണ്, കുറച്ച് ഇങ്ങോട്ടും. പിന്നെ കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ആ നെക്സ്റ്റ് ഇത് കണ്ടോ, ആ കാണുന്നതാണ് ഏഴിമലയ നാവികസേന, കേട്ടിട്ടില്ലേ, ഏറ്റവും ഫേമസ് ആയ അതാണ് അത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അക്കരെ നിന്നാൽ കാണാൻ പറ്റുന്ന കാഴ്ചയാണത്. എൻ്റെ ഫോണിൽ എത്രമാത്രം ക്യാപ്ചറാകും എനിക്ക് ഒരു പിടുത്തുള്ള ഗൈസ്. നിങ്ങൾക്ക് എത്രമാത്രം ഈ വ്ളോഗ് ആസ്വാദകരമാകുമെന്നും എനിക്കറിയില്ല. പക്ഷേ എന്നിരുന്നാലും എനിക്കൊന്ന് വ്ളോഗ് ചെയ്യണം തോന്നി എൻ്റെ ഈ സ്ഥലം പരിചയപ്പെടുത്താൻ. ഒരുപാട് കല്ലുകളാൽ സമൃദ്ധിയാണ് ഇതിൻ്റെ പാതകൾ. അതുകൊണ്ട് തന്നെ നടക്കാൻ വലിയ ഈസിയൊന്നുമല്ല, എന്നാലും കുറച്ച് എളുപ്പം. കുറച്ച് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് നമ്മുടെ പ്രിയപ്പെട്ടവരോട് കൂടെ നടക്കുമ്പോൾ ഈ ഒരു നടത്തമൊന്നും ടഫായി തോന്നില്ല. കാരണം നമ്മൾ ആസ്വദിക്കാനാണല്ലോ വന്നത്. കണ്ട എത്രമാത്രം രസമാണ്. ഇപ്പുറം പുഴ, അപ്പുറം കടൽ, അടിപൊളി. എനിക്ക് ഇഷ്ടപ്പെട്ട. നോക്കിയിട്ട് ഇവിടെ ആരെങ്കിലും ഉണ്ടോ, നല്ല പ്രൈവസിയാണ്. ഉണ്ടെങ്കിൽ തന്നെ ഒരുപാട് ദൂരമായിരിക്കും ആൾക്കാരുണ്ടാവുക. അപ്പോൾ നമ്മൾ ഈ ബീച്ചൊന്നും പോലെ ഒരുപാട് ആൾക്കാരുമായി നിന്നാനോ അതൊന്നും. പിന്നെ എന്ന് പറഞ്ഞാൽ വേറൊരു ഫോൾട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് പീടിയെന്ന് ഒരു തുള്ളി വെള്ളം വരെ കിട്ടൂല. കടലിലെ വെള്ളം തന്നെ ഉള്ളൂ, വേറൊരു വെള്ളമില്ല. നിങ്ങൾ വെള്ളമൊക്കെ കരുതിയിട്ട് വരണം. അങ്ങനെയാണെങ്കിൽ പൊളിക്കും ഗൈസ്. പിന്നെ
നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ കരയുടെയും കടലിൻ്റെയും അല്ലേ, ഇത് കര അത് കടൽ, ഇപ്പോൾ ഒരു കളി ഓർമ്മ വരുന്നല്ലേ, കരയുടെയും കടലിൻ്റെയും പ്രണയം കാണാൻ വേണ്ടി പറ്റും. എത്ര മാത്രം എന്താ പറയുക, അവരുടെ പ്രണയം എത്രമാത്രം സ്ട്രോങ് ആണെന്നറിയോ. എന്താ, കരയ്ക്കൊരിക്കലും കടലിനെ ഒരിക്കലും ഒത്തുചേരാൻ പറ്റൂലല്ലോ. മീൻസ് ഞാനെന്നായി പറയുന്നത്, അതായത് അവരൊരിക്കലും ഒന്നിക്കുന്നില്ലല്ലോ. കാരണം തിര വന്നിട്ട് കരയുടെ, അതായത് കടൽ വന്നിട്ട് കരയിൽ ചേർന്നാലും കര വന്നിട്ട് കടലിൽ ചേർന്നാലും ഒരിക്കലും അവർക്ക് ഒന്നാകാൻ കഴിയില്ല. അതിങ്ങനെ പിരിഞ്ഞുകൊണ്ടേയിരിക്കും. അവരുടെ സ്നേഹം അത്രക്കും ദൃഢമാണ്. കേട്ടിട്ടില്ലേ കുറച്ച് സാഹിത്യകാരന്മാരൊക്കെ കടലിനെയും കരയൊക്കെ കുറിച്ചിട്ട് എഴുതിയതും? അതാണ് എനിക്ക് ഇതൊക്കെ കാണുമ്പോൾ ഓർമ്മ വരുന്നത്. നമുക്ക് നല്ലോണം ആസ്വദിക്കാൻ വേണ്ടി പറ്റും ഗൈസ്. ഇപ്പം നമ്മൾ കാണുന്നത് കടലാണ്, അത് വേണമെങ്കിൽ നമുക്ക് അവിടുന്ന് കളിക്കാം. പക്ഷെ ഞാൻ കളിച്ചിട്ടൊന്നുമില്ല ഗൈസ്. എനിക്ക് കാല് ഇതാവും അല്ലെങ്കിൽ പൊഴി കയറുമെന്ന് വെച്ചിട്ട് ഞാൻ കളിച്ചിട്ടില്ല. പിന്നെ കളിക്കേണ്ട ആ ഒരു എൻജോയ് ചെയ്യേണ്ട ആ ഒരു പ്രായം, നമ്മൾ കടലിലേക്ക് തുള്ളി കളിക്കേണ്ട പ്രായമൊക്കെ കഴിഞ്ഞു എന്നാണ് വിചാരിക്കുന്നാലും കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ കളിക്കാം. പക്ഷെ ഞാനും അച്ഛനും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അതിങ്ങനെ ആസ്വദിച്ചു, അവരുടെ പ്രണയം ആസ്വദിച്ചു, അതായത് കടലിൻ്റെയും കരയുടെയും പ്രണയം ആസ്വദിച്ചു. അപ്പോൾ ഞാൻ എത്ര ദൂരം നടന്നു നോക്കിയാട്ടെ, കുറച്ച് നടക്കാനുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, പ്രിയപ്പെട്ടവരുടെ കൂടെ നടക്കുന്നതാണെങ്കിൽ ഇതൊന്നും ഒരു ദൂരമായിട്ട് തോന്നിയേയില്ല. പിന്നെ ഗൈസ് അങ്ങനെ നമ്മളിങ്ങനെ നടന്ന് ഇതിനൊരു എൻഡിങ് ഉണ്ട്, അത് നിങ്ങൾക്ക് കാണണ്ടേ, സൂപ്പറാണ്. അപ്പോൾ അതിലിടയ്ക്ക് കാണുന്ന ഓരോരോ കാര്യങ്ങളാണ് ഞാനിങ്ങനെ ക്യാപ്ചർ ചെയ്യുന്നത്. പിന്നെ എന്ന് പറഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് വലത്തെ സൈഡാണ് ഇഷ്ടം കേട്ടോ. അതായത് ഈ പുഴയാണ് ഇഷ്ടം, കടലിനേക്കാൾ പുഴയാണ് ഇഷ്ടം. കാരണം പുഴ വന്നിട്ട് ഇങ്ങനെ, അതായത് അതിങ്ങനെ വരില്ലല്ലോ, അതിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുമല്ലോ. ഇങ്ങനെ പുഴയും കടലും പോലെ നിർത്താതെ ഒഴുകിക്കൊണ്ടിരിക്കണം നമ്മളുടെ മനസ്സ്. എന്നാൽ മാത്രമേ നമുക്ക് സമാധാനവും ഒക്കെ കിട്ടൂ. അതായത് നല്ല നമ്മളെ സമാധാനത്തിനും മൈൻഡ് ഫ്രീ ആക്കാനും വരുന്ന സ്ഥലമല്ലേ ഈ കടൽ. അല്ലെങ്കിൽ നമ്മളെന്തിനാ കടപ്പുറം ബീച്ചൊക്കെ തിരഞ്ഞെടുക്കുന്നത്? നമ്മളുടെ മൈൻഡ് ഫ്രീ ആക്കാൻ തന്നെ. അതുപോലെ മൈൻഡ് ഫ്രീ ആക്കാൻ തന്നെയാണ് ഞാനും വന്നത്. കാരണം ഈ പ്രസവം, കുട്ടി, പിന്നെ വീട്, അതൊക്കെ തന്നെയുള്ളൂ ഇപ്പോൾ അല്ലാണ്ട് വേറൊരു വെറൈറ്റിയും എൻ്റെ ലൈഫിൽ ഇങ്ങനെ നടക്കുന്നില്ല. പിന്നെ കുറച്ച് യൂട്യൂബ് വീഡിയോസ് എടുക്കും, പിന്നെ വിചാരിച്ച് കുറച്ച് പുറത്തൊക്കെ ഇറങ്ങണം, ഇതൊക്കെ ആസ്വദിക്കണം, കാണണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇങ്ങനെ നടക്കാൻ തീരുമാനിച്ചത്. ഈവനിങ്ങും 5-6 മണി ടൈമാണ്. എന്നാൽ ഈ സമയം വന്നു കഴിഞ്ഞാൽ കിട്ടിയിലാണ്. കാരണം നല്ല കടലേറ്റം കാണാൻ വേണ്ടി പറ്റും. കണ്ട, കടൽ നല്ല ഇളകിയ ടൈമാണിത്. അപ്പോൾ നല്ല രസമായിട്ട് നമുക്ക് ആസ്വദിക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, നമ്മൾ ഈ ഒരു കടവ്, അതായത് ഈ പുഴയിൽ നിന്ന്, ഇത് കടൽ അപ്പുറം പുഴയിൽ നിന്ന് നമുക്ക് ഇത് പറശ്ശിനിയിലേക്കും പിന്നെ മാട്ടൂലേക്കെല്ലാം ബോട്ട് സർവീസ് ഉണ്ട് കേട്ടോ. അതായത് നമുക്ക് മാട്ടൂർ എളുപ്പത്തിൽ ഇവിടുന്ന് ഒരു 10 രൂപ കൊടുത്തു കഴിഞ്ഞാൽ മാട്ടൂലേക്ക് നേരെ അപ്പുറം അക്കരെ തന്നെയല്ലേ, അവിടെ മാട്ടൂലേക്ക് പോകാം. മാത്രമല്ല പറശ്ശിനിക്കടവിലേക്കും പോകാൻ വേണ്ടിയിട്ട് ഭയങ്കര സിമ്പിളാണ്. നമുക്ക് ഇവിടുന്ന് ബോട്ടൊക്കെ അലൗഡാണ്. പിന്നെന്താ വേണ്ടിയില്ലേ, നമ്മുടെ നാട് പൊളിയല്ലേ ഗൈസ്. അതാണ് മോനെ കണ്ണൂർ. പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക, പയ്യാമ്പലം ബീച്ച്, മീൻകുന്ന് ബീച്ച്, ചാൽ ബീച്ച് അവിടെയൊന്നും പോകണമെന്ന് വലിയ ആഗ്രഹമൊന്നുമില്ല. നമുക്കെന്ന ആഗ്രഹം പ്രൈവസി ആയിട്ട് കുറച്ച് നിമിഷങ്ങൾ സ്പെൻഡ് ചെയ്യുക അല്ലേ ലൈഫിൽ. അപ്പോൾ ഇതുപോലത്തെ സ്ഥലത്തൊക്കെ പോയാൽ തന്നെ നല്ലൊരു എൻജോയ്മെൻറ്റ് കിട്ടുന്നു എനിക്ക് തോന്നുന്നത്. കാരണം നിങ്ങളെല്ലാവരും ഒരുപോലെ ആയിരിക്കില്ല, പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്പോട്ടാണ് എൻ്റെ നാട്ടിൽ. കാരണം ദൂരെ എവിടെയും പോകണ്ട, ആർക്കും മുറ്റത്തെ മുല്ലക്ക് മണമില്ല എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയാണ്. കാരണം നമ്മളാരും നമ്മുടെ മുറ്റത്തുള്ള ഒരു സംഭവത്തിന് മൈൻഡാക്കില്ല. നമ്മൾ ദൂരെ പോയി മൂന്നാർ പോവും, അല്ലെങ്കിൽ പോയിട്ട് അപ്പുറം അങ്ങ് ഏഴിമല, അങ്ങ് എട്ടിമലക്ക് വേണ്ടിക്ക് വരെ പോകും. നിങ്ങൾ ആടെ പോയിട്ട് കടൽ കാണും, ആടത്തെ കടൽ ഭയങ്കര നിങ്ങൾ ആസ്വദിക്കും. പക്ഷെ സ്വന്തം നാട്ടിലുള്ള കടൽ അല്ലേ, ആകാശം എന്നെ ഭയങ്കര അട്രാക്ഷൻ ആക്കിപ്പിക്കുന്നു ഗൈസ്. കാരണം ഭയങ്കര രസമായി നിന്ന് സ്കൈ, എന്താണെന്നറിയില്ല, ഞാൻ വരുന്നോണ്ടായിരിക്കും. ഗൈസ് നടന്നിട്ട് എത്തുന്നില്ല എന്നായിരിക്കും അല്ലേ. ഞാനിങ്ങനെ മെല്ലെ നടന്നത്. കാരണം എന്ന് വെച്ചാൽ അവിടെ നിന്ന് ഇങ്ങനെ തിര വന്നിട്ട് ഇങ്ങനെ അടിക്കുമ്പോൾ അവിടുത്തെ ഇങ്ങനെ വെള്ളം തെറിക്കൂലേ, അതൊക്കെ ഞാനിങ്ങനെ കൊണ്ടും തട്ടിയും മുട്ടിയൊക്കെയാണ് പോകുന്നത്. അതുകൊണ്ടാണ് വളരെ സ്ലോയിലാണ് പോകുന്നത്. അതുകൊണ്ടാണ് ഇത്ര ദൂരമായിട്ട് തോന്നുന്നത്. പിന്നെ വീഡിയോ ഓവറായിട്ട് സ്പീഡിലൊന്നുമല്ല ഞാൻ വെച്ചിട്ടുള്ളത്, വളരെ സ്ലോയിലാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് വളരെ ദൂരമായിട്ട് തോന്നുന്നത് കേട്ടോ.
പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ വന്നത് എന്തിനാന്ന് ആസ്വദിക്കാനല്ലേ, ആസ്വദിക്കണ്ടേ, നമ്മൾ ഓരോ മൊമെൻറ്റിലും ആസ്വദിക്കണ്ടേ, അതിനല്ലേ വന്നേ. വീട്ടിൽ വെറും വീട് പണി കുട്ടി ഇതൊക്കെ കണ്ട് 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 കുറച്ച് മൈൻഡൊക്കെ കുറച്ച് റിലാക്സാകാൻ വന്നതല്ലേ. അപ്പോൾ ആസ്വദിച്ച് പോകണം അല്ലേ. അപ്പോൾ നമ്മൾ എത്താനായി. അവിടെ ദൂരെ ഒരു കമ്പ് പോലത്തെ സംഭവം കാണുന്നുണ്ട്, അവിടേക്കാണ് നമുക്ക് പോകേണ്ടത്. അച്ഛൻ അങ്ങ് മുന്നോട്ടെത്തി, എന്നോട് വേഗം നടക്കാൻ പറയുന്നുണ്ട്. അച്ഛൻ തന്നെ എവിടെയും കൊണ്ടുപോകുക. അച്ഛനോട് ഞാൻ പറഞ്ഞു, അച്ഛൻ എനിക്ക് ഇങ്ങനെ കടൽ കാണാൻ പോകണം. അപ്പോൾ അത് നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പുറപ്പെട്ടതാണ്. അമ്മയില്ല, വാവ അപ്പുറം ഉണ്ട്. വാവ അനിയത്തിൻ്റെ അടുത്ത് ആക്കിയിട്ട് വന്നത്, കാരണം വാവക്ക് ഭയങ്കര ഫീവറാകും. പിന്നെ ഇവിടെയൊക്കെ മത്സ്യം പിടിക്കാൻ വന്ന ആളാണ്, ഒന്നുമില്ല. പിന്നെ എന്ന് പറഞ്ഞാൽ കുറച്ച് കഴിഞ്ഞവർ ഒരു അച്ഛനും മോനും വന്നിട്ട് കണ്ടിട്ടുണ്ട്. അതിന് നോക്കിയേ, അവരിതാ നല്ല സെറ്റപ്പാക്കിയിട്ടാണ് വന്നത്. അതായത് ചൂണ്ടയിടേണ്ട ഇതും അവിടുത്തെ ആ സാധനമൊക്കെ ഉണ്ട് അവരുടെ കയ്യിൽ. അച്ഛനെ സഹായിക്കുകയാണ് മോൻ. എങ്ങനെയുണ്ട്, എങ്ങനെ ഇരിക്കണ്, നിങ്ങൾ സഹായിക്കലുണ്ടോ നിങ്ങൾ അച്ഛനാ? അത്ര ആത്മാർത്ഥതയോടുകൂടിയാണ് അവരെന്തിനാ വന്നേ, അവർ മീൻ പിടിക്കാൻ വന്നല്ലേ. ആ കുട്ടി നല്ലോണം അച്ഛനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മളൊന്നും ഹെൽപ്പ് ചെയ്യില്ല, അങ്ങനെയല്ലേ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഇല്ല, നിങ്ങളൊന്നും ഹെൽപ്പ് ചെയ്യില്ല, നമുക്ക് നല്ലോണം അറിയാം ഗൈസ്. അച്ഛനെ അമ്മേനെല്ലാം ഹെൽപ്പ് ചെയ്യണം കേട്ടോ, എന്നാലേ നാളെ കാലത്ത് നമ്മളെ മക്കൾ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതൊക്കെ വിട്ടെ, അത് ഞാൻ ജസ്റ്റ് ഒന്ന് ക്യാപ്ചർ ചെയ്തു അവരെ കണ്ടിട്ട്. കാരണം അമ്മോൻ നല്ല മനസ്സോടുകൂടിയാണ് അച്ഛനെ ഹെൽപ്പ് ചെയ്യുന്നത്. ഗൈസ് അങ്ങനെ നമ്മളെ സ്പോട്ടിലൊക്കെ എത്തി ഗൈസ്. വേറെ ഒന്നുമില്ല, ഇവിടെ വലിയ കാട് മല, പിന്നെ എന്താ പറയുക കാണാൻ കുറേ അങ്ങനെയല്ല, കടലും പുഴയും സംഗമിക്കുന്ന സ്ഥലം കാണണ്ടേ. അപ്പോൾ ജസ്റ്റ് ഒരു ത്രില്ല്, എനിക്ക് ഇഷ്ടപ്പെട്ട സ്പോട്ട് അതാണ് ഞാനിവിടെ പകർത്തിയത്. അപ്പം കണ്ണൂരിൽ ഇന്നും ഇതൊക്കെ കാണാൻ ബാക്കിയുള്ള ഒരുപാട് ആൾക്കാരുണ്ടെന്നറിയാം, ഒരുപാടുണ്ടാവും, കുറച്ചൊന്നല്ല. കാരണം എന്ന് വെച്ചാൽ കണ്ണൂർക്കാർക്ക് അങ്ങനെയാണ്. കണ്ണൂരിലെ പല സ്ഥലങ്ങളും വിട്ടിട്ട് അവർ പുറത്തു പോയിട്ട് ഭയങ്കര മണാലിയിലും വയനാടും ഈ വേണ്ടാത്ത സ്ഥലത്തും അല്ലെങ്കിൽ എന്ന് പറയുക വേറെ ഏതെങ്കിലും സ്ഥലത്തൊക്കെ പോയിട്ട് ഭയങ്കര ആസ്വദിക്കും. പക്ഷെ സ്വന്തം നാടിൻ്റെ ഒരു ഫീലിങ്സ് അവർ അറിഞ്ഞിട്ടുണ്ടാവില്ല. പിന്നെ ഇതാ ഗൈസ് വന്നു, നമ്മളുടെ താരം വന്നു, നോക്കിയാട്ടെ. മോനെ, ഈ ഒരു കാഴ്ചയിലെ നമ്മൾ എന്ന് പറയുക പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഒക്കെ ഒരുപാട് കല്ലിങ്ങനെ പെറുക്കി വരച്ച്, ഈ ഒരു പുഴ വരച്ച്, പിന്നെ ഒരു തോണി പോകുന്നു. ഞാനൊക്കെ അധികം ചിത്രം വരക്കാൻ പറഞ്ഞാൽ, അതായത് ടീച്ചർ ചിത്രം വരക്കാൻ പറഞ്ഞാൽ ഈ ചിത്രം വരക്കാം. അങ്ങ് ദൂരെ മല, ആ മല കാണുന്നില്ലേ, ഏഴിമല, നമ്മളെ മല. പിന്നെ ആ സൈഡിലൊക്കെ ഇങ്ങനെ മരം വരച്ചു കൊടുക്കും, ഈ സൈഡിലൊക്കെ കല്ല്, പിന്നെ ഒരു തോണി പോകുന്നു. ഈ ഒരു ചിത്രം എല്ലാവരും വരച്ചിട്ടുണ്ടാവും, മിക്കവാറും വരച്ചിട്ടുണ്ടാവും. എൻ്റെ ചെറുതിലൊക്കെ ഞാനിത് തന്നെ വരച്ചത്. കാരണം നീല കളർ കൊടുക്കും പുഴക്ക്, പച്ച അല്ലേ, അതൊക്കെ അറിയും. ആ ചെറുപ്പത്തിലുള്ള ആ ഒരു അടിപൊളിയായിട്ടുള്ള ചിത്രം ഇതാണ്. അപ്പോൾ ഗൈസ് ഭയങ്കര ഹാപ്പി ആയിട്ടോ ഞാൻ നിങ്ങൾക്ക് ഓരോ ലെവലും. കാരണം എൻ്റെ ഈ ക്യാമറ അത്രയും വലിയ ക്യാപ്ചർ ചെയ്ത് നിങ്ങൾക്ക് ക്ലിയർ ആകുന്നൊന്നും എനിക്കൊരു ഗ്യാരണ്ടി ഇല്ല ഗൈസ്. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് അത്ര വലിയ പൈസേൻ്റെ ഫോണോ ക്യാമറയോ ഒന്നുമല്ല, സാധാരണ ഒരു സെറ്റാണ്. അതുകൊണ്ട് തന്നെ എത്രമാത്രം നിങ്ങൾ ആസ്വദിക്കുന്നോ അല്ലെങ്കിൽ എത്രമാത്രം ഈ വ്ളോഗ് അടിപൊളിയാകുന്നോ എനിക്കറിയില്ല. എന്തായാലും ഞാൻ ചെയ്ത വ്ളോഗല്ലേ, അപ്പോൾ എല്ലാവരും കണ്ടോളി. നോക്കിയാട്ടെ, ആ തിരകളൊക്കെ വന്ന് കല്ലിനടിച്ച്, മോനെ ഈ ഒരു സംഭവം ഈവനിങ് കാണുന്ന അടിപൊളി വൈബാ ഗൈസ്. വേറെ എവിടെയും ദൂരെയൊന്നും പോകണ്ട. അഴീക്കലുള്ള ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇതൊക്കെ വന്നിട്ട് ഇടയ്ക്ക് കാണണം കേട്ടോ. മുറ്റത്തെ മുല്ലക്ക് മണമില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വീട്ടിൽ തന്നെ കുത്തിരിക്കല്ല. പിന്നെ എന്ന് പറഞ്ഞാൽ കണ്ണൂരിലുള്ള ആൾക്കാരും അതെ. പിന്നെ നമ്മൾ ഈ പ്രൈവസിക്ക് വേണ്ടിയിട്ട് ഒരുപാട് ആൾ പാർക്കിലും ബീച്ചിലൊക്കെ നടന്നിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ അഴീക്കൽ ബീച്ചിൽ വന്നു കഴിഞ്ഞാൽ ഇതിലും കൂടുതലുള്ള പ്രൈവസി വേറെ കിട്ടാനില്ല ഗൈസ്. നിങ്ങൾ ഏതെങ്കിലും ഒരു ദിവസം വന്ന് നോക്ക്. ഇതിനെ പുലിമൂട്ട് എന്നാണ് പറയാം. നിങ്ങൾ വളവട്ടുന്ന ടേൺ ചെയ്യുന്നവരാണെങ്കിൽ ഇതിലോട്ട് വന്നു കഴിഞ്ഞാൽ ഗൂഗിൾ മാപ്പ് തുറന്നു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഈ സ്ഥലം കാണിച്ചു തരും. പിന്നെ വേറെ എന്താ പറയാനുള്ളത്, ആസ്വദിക്കൽ തന്നെ. കണ്ടോ, എത്ര നല്ലോണം ആസ്വദിക്കുക അത്ര നല്ലോണം ഞാൻ ആസ്വദിച്ചിട്ടാണ് വന്നത്. ഭയങ്കര ഹാപ്പി ആയിന്, സംഭവം കിടുവാക്കിന്. ആസ്വദിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ ഒറ്റക്കായാലും നമുക്ക് ആസ്വദിക്കാൻ വേണ്ടി പറ്റും. ആസ്വദിക്കാനുള്ള മനസ്സ് കൂടെ വേണം. അപ്പോൾ എനിക്ക് ആ മനസ്സുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അച്ഛനും കൂടി ഉണ്ട് കൂടെ. പിന്നെ ഒറ്റയ്ക്ക് വരാൻ കഴിയില്ലല്ലോ, അത് നിങ്ങൾക്കറിയാമല്ലോ. കാരണം എനിക്ക് ഡ്രൈവിങ് അറിയെങ്കിലും സംഭവം ഒന്നുമില്ല കയ്യിൽ, കാറില്ല, വണ്ടിയില്ല, എല്ലാം വാങ്ങിക്കണം. അങ്ങനെയുള്ളൊരു ആലോചനയിലാണ്. എന്നാലേ നമുക്ക് ഇതേപോലെ പോകാൻ വേണ്ടി പറ്റൂ. പക്ഷെ ഒറ്റക്കൊന്നും എഴുതി അയക്കൂലപ്പാ. നമ്മളിപ്പോഴൊരു എന്താ പറയുക ഓർത്തഡോക്സ് പോലത്തെ ഫാമിലിയാണ്.
ഫാമിലി അല്ല, പിന്നെ കല്യാണം കഴിച്ചില്ലേ, കുട്ടിയൊക്കെ ആയില്ലേ, അങ്ങനത്തെ ഒരു തോന്നല്. ചില നാട്ടുകാർ തണ്ടികൾ അങ്ങനെയാണ് പറയുക. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ എത്തി ഗൈസ്. നമ്മളത് എത്തിയിരിക്കുന്നു. എൻ്റെ എത്താനായിട്ടോ, കാരണം ഈ കടലും പുഴയും സംഗമിക്കുന്ന ഈ സ്ഥലം എത്തിക്കഴിഞ്ഞു. അവരുടെ സംഗമ സ്ഥലത്തേക്ക് എത്തി. പിന്നെ നമ്മുടെ സൂര്യൻ ചേട്ടനൊക്കെ താഴാറായി. സൺസെറ്റൊക്കെ കാണാൻ വേണ്ടി പറ്റും. ഞാൻ കുറേ ഫോട്ടോസൊക്കെ എടുത്തു അവിടുന്ന്. അച്ഛനോട് ഇങ്ങനെ നീങ്ങി അച്ഛൻ വേഗത്തിൽ നടക്കുമ്പോൾ ഞാൻ പറഞ്ഞു, പോവല്ല അച്ഛ, നമുക്ക് കുറച്ചുകൂടി ഇവിടെ ഇരിക്കാം. ഞാൻ ഒരുപാട് ഇരുന്നിട്ടുണ്ട്. എല്ലാ സൺഡേസിലും പണ്ടൊക്കെ വരുത്തുന്നുണ്ട്, കല്യാണം കഴിക്കുന്നതിന് മുന്നേ. ഒറ്റയ്ക്കല്ല, കൂടെ മൂത്തച്ഛനോ അല്ലെങ്കിൽ അമ്മ, അനിയൻ ആരെയും കൂട്ടിയിട്ട്, അല്ലെങ്കിൽ അങ്ങുള്ള നമ്മളൊരു സഖാവുണ്ട്, ആ സഖാവിൻ്റെ കൂടെ, അതായത് സ്വപ്നേച്ചി, ഓരോ കൂടെയെല്ലാം എപ്പോൾ വരുത്തുന്നുണ്ട്. അതൊന്നും മറക്കാൻ പറ്റില്ല ഗൈസ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഭയങ്കര നൊസ്റ്റാൾജിയ ഫീലിംഗ് ഉള്ള എൻ്റെ സ്ഥലമാണ്. പിന്നെ ഇത് ആദ്യം വന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിങ്ങനെ ഭയങ്കര ഈ സന്ധ്യാസമയം കടലും പുഴയിലും ഭയങ്കര ഇളക്കായിരിക്കും. അപ്പം നമുക്ക് ഈ പുഴയിലോട്ട് ഇങ്ങനെ തോണി ഇങ്ങനെ പോകുമ്പോൾ ഭയങ്കര രസമായിരിക്കും. നോക്കിയിട്ട് ഇതിൻ്റെ ഒരു മൂമെൻ്റ് നോക്കിയിട്ട് അടിപൊളിയാണ് ഗൈസ്. വാവ്, കണ്ട ചിത്രം വരച്ച പോലത്തെ ഒരു ഫീല് കിട്ടും. കാരണം ഞാൻ നല്ലോണം സൂം ചെയ്തിട്ട് കാണാൻ വേണ്ടിയിട്ട് എടുത്തതാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇതൊക്കെ കണ്ട് നിങ്ങൾ മൈൻഡ് ഫ്രീ ആകുന്നൊന്നും അങ്ങനെയല്ല. അപ്പോൾ ഓരോ ഇതാണ് എനിക്ക് ഭയങ്കര ഇവിടെയൊക്കെ വരാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമ്മൾ ഹാപ്പി ആകുന്ന നമ്മൾ ചെയ്യുക. ജീവിതത്തിൽ അങ്ങനെയാണ് വേണ്ടത്. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കണം, പക്ഷേ നമ്മളെ സ്വയം ഇഷ്ടങ്ങളെ ഒരിക്കലും മറന്നു പോകാൻ പാടില്ല. എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്യാറുണ്ട്, മറ്റുള്ളവരെ ഇഷ്ടം നമ്മൾ പരിഗണിക്കണം. പിന്നെ നാട്ടുകാരെന്ത് വിചാരിക്കും എന്ന് പറഞ്ഞിട്ടൊന്നും നോക്കാറ്. കാരണം നമ്മുടെ ലൈഫ് നമ്മൾ ആസ്വദിക്കാനുള്ളതാണ്. ഒറ്റ ലൈഫേ ഉള്ളൂ, അതാലോചിക്കണം. ലിമിറ്റഡാണ്, എല്ലാം ലിമിറ്റഡാണ്. നമുക്ക് അൺലിമിറ്റഡായിട്ടൊന്നുമില്ല. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ജീവിയെ ലിമിറ്റഡാണ്. ഭൂമി വാടകയ്ക്ക് എടുത്ത് വന്നവരാണല്ലേ. ഈ ആകാശത്തിനെ കൊണ്ട് ഞാൻ വിചാരിച്ച് കളറ് മാറിക്കൊണ്ടിരിക്കും. കളറ് മാറിയിട്ടില്ല, അങ്ങനെ തന്നെയുണ്ട്. നമ്മളെ സൺസെറ്റൊക്കെ സെറ്റാകാൻ തുടങ്ങി. ഇപ്പോൾ ഒരു 6:15 അല്ലേ, 6:05 6:10 സമയമായി. അതുകൊണ്ടാണ് വെളിച്ചമൊക്കെ കുറച്ച് ഡിമ്മായി തുടങ്ങി ഗൈസ്. നെക്സ്റ്റ് തോണി വന്നു. ഇതൊക്കെ ആസ്വദിക്കാനുള്ളതാണ് ഗൈസ്. ഇതൊക്കെ സ്കിപ്പ് ചെയ്ത് നിങ്ങൾ വെറും വീട്ടിൽ ഫോണും നോക്കി കുത്തിയിരുന്ന് ലൈഫ് അങ്ങ് സ്പോയിൽ ചെയ്യാതെ ഇതൊക്കെ ഇതൊക്കെയല്ലേ ലൈഫ്. എനിക്കങ്ങനെ ഒരുപാടൊന്നും ആസ്വദിക്കാൻ കഴിയില്ല. കാരണം എന്ന് വെച്ചാൽ മോൻ അവിടെ ഒറ്റയ്ക്കാണ്. എന്നാലും എനിക്ക് കുറച്ചൊക്കെ ആസ്വദിക്കാൻ കഴിഞ്ഞു, അതന്നെ വലിയ കാര്യം ഗൈസ്. കണ്ട അക്കരെയുള്ളത് ആ ബോട്ടിൻ്റെ അപ്പുറം കണ്ടൊരു അക്കരെ, അതും പിന്നെ ബീച്ചാണ് കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞ മാട്ടൂൽ ബീച്ച്. ഇതേപോലെ കല്ലട്ടിയുള്ള സ്ഥലം കേട്ടോ, അതാണ് സംഭവം. കാരണം നമ്മൾ ആ ബോട്ടും ഇങ്ങനെ ബോട്ട് തന്നെ പറഞ്ഞു, ഒരടിക്ക ബോട്ടൊന്നുമല്ല, ഒരു എന്താ പറയുക, ഇങ്ങനെ മെഷീൻ വെച്ചിട്ട് നമ്മളിപ്പോഴത്തെ പണ്ടത്തെ തുഴയുന്ന തോണിയല്ല, മെഷീൻ വെച്ചിട്ട് പോകുന്ന തോണിയാണ്. തോണിക്കാരില്ലേ, മത്സ്യം പിടിക്കുന്നവരാണ്. ഇപ്പം നമ്മളിവിടെ നല്ലോണം മീനൊക്കെ കിട്ടും. അതുകൊണ്ടാണ് ധൈര്യത്തിൽ ചൂണ്ടയൊക്കെ ഇടാൻ വരുന്ന ആൾക്കാർ ഉണ്ടാവും. ചൂണ്ടയിടാൻ വരുന്ന ആൾക്കാരെ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും, വേറെ ആരും ഉണ്ടാവില്ല. ഇതുപോലെ ആസ്വദിക്കാൻ വരുന്നവർ എപ്പോഴെങ്കിലും കൂടെ ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഭയങ്കര പ്രൈവസി ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ഇടമാണിത്. അങ്ങനെ നമ്മളുടെ എൻഡിലേക്ക് എത്താനായി. അതാണ് നമ്മളിപ്പോൾ തുടക്കം ഉണ്ടെങ്കിൽ എന്തായാലും ഒരു അറ്റം ഉണ്ടാവില്ല അല്ലേ, ഏത് കാര്യത്തിനും. അപ്പോൾ ആ അറ്റത്തേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. നമ്മൾ ആ ഒരു സംഭവം കഴിഞ്ഞ പാടിൻ്റെ അറ്റമാണ്, അതായത് എൻഡിങ് ഗൈസ്. ഇനിയിപ്പം ഇതിലേക്ക് നമുക്ക് എന്താ പറയുക, കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ കപ്പൽ അതായത് വരികയും തുറമുഖമായിട്ട് വികസനം ഉണ്ടാകും എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും ഉണ്ടാകും. ഡെവലപ്പായി കഴിഞ്ഞാൽ നമ്മളെ ഈ നാട്ടുകാർക്കായാലും അടിപൊളിയായിരിക്കും. നമ്മളെ അറിയപ്പെടും, നമ്മളുടെ ഈ ഒരു സ്ട്രീറ്റ് നല്ലോണം അറിയപ്പെടും. കാരണം എന്ന് വെച്ചാൽ അറിയപ്പെടണമല്ലോ അല്ലേ, എല്ലാവർക്കും അതല്ലേ വേണ്ടത്, നമ്മൾ സ്ട്രീറ്റ് അറിയണം. അതായത് കണ്ണൂരിലുള്ള ഏറ്റവും ഫേമസ് ആയ സ്ഥലമായി മാറുമെന്ന് ഭാവിയിൽ വിചാരിക്കുന്നു. കാരണം എന്ന് വെച്ചാൽ ഇവിടെ പിന്നെ കപ്പലിൻ്റെ അതായത് അങ്ങോട്ടേക്കുള്ള ഇതൊക്കെ അതായത് ഇങ്ങോട്ടും ഇറക്കുമതി കയറ്റുമതി പണ്ടൊക്കെ പഠിക്കുന്നില്ലേ, അതൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. കൂടുതൽ വിവരങ്ങളൊന്നും അറിയില്ല. എന്തെങ്കിലും ഒരു അപ്ഡേഷൻ ഉണ്ടെങ്കിൽ എന്തായാലും യൂട്യൂബിൽ ഇതേപോലെ വ്ളോഗ് ചെയ്യും.
എന്തായാലും നമ്മളുടെ നാടിനെല്ലാവരും അറിഞ്ഞു തുടങ്ങും. അഴീക്കൽ തുറമുഖം അത് കേൾക്കാത്തവരാരും ഉണ്ടാവില്ല. ഒരുപാട് പത്രങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഡെവലപ്പും കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് മന്ത്രിമാരായാലും ഇപ്പോഴത്തെ ആൾക്കാരായാലും അല്ലെങ്കിൽ MLA മാരായാലും എല്ലാവരും ഇതിന് വേണ്ടിയിട്ട് ഫണ്ട് അനുവദിച്ചെന്നും ഒക്കെ നടന്നെന്ന് എല്ലാവരും പത്രത്തിൽ വായിച്ചു കാണും. ആ സ്ഥലമാണിത്. പിന്നെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കപ്പൽ കരക്ക് വന്നടിഞ്ഞു എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതും ഈ സ്ഥലത്തേക്ക് തന്നെയാണ്. അതായത് ഇവിടെയല്ല, ഇതിൻ്റെ കുറച്ച് തെക്ക് ഭാഗത്ത്. ഞാൻ നേരത്തെ ഒരു കടൽ കാണിച്ചിരുന്നില്ല, ആ കടൽ ഭാഗത്താണ്. പിന്നെന്ന് പറഞ്ഞാൽ നമ്മൾ എൻഡിലെത്തിയിട്ടും ബാക്ക് തിരിച്ചിട്ട് നോക്കിയിട്ടേ കണ്ട നമ്മൾ എത്ര ദൂരത്തു നിന്നാണ് വന്നതെന്ന് നമുക്ക് റെഡിക്ക് തിരിയില്ല. കാരണം കടലും പുഴയും ഇപ്പോൾ ഒന്നിച്ച് ഫുൾ കടലായിട്ടാണ് നമുക്ക് തോന്നുന്നത്. നോക്കിയാട്ടെ ഫുൾ എൻഡിലെത്തി നമ്മൾ കേട്ടോ ഗൈസ്. എൻഡ് നടക്കാൻ ഭയങ്കര ടഫാണ് ഗൈസ്. ഫോണും കൊണ്ട് പ്രത്യേകിച്ച് ഞാൻ ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നടക്കുന്നതാണ് കേട്ടോ. അമ്മയുണ്ടെങ്കിൽ ഇവിടെ നിന്ന് വരാൻ വിടൂല. വീണ് പോകും എന്ന് പറഞ്ഞിട്ട് ബാക്കോട്ടാക്കും അമ്മ. പക്ഷേ അച്ഛനിവിടെ വന്നാൽ അച്ഛൻ ധൈര്യത്തിന് എല്ലാത്തിനും എന്നെ വിടാറുണ്ട്. ഒന്നും പറയില്ല. അച്ഛനറിയാം ഒന്നും ആകൂല, അവൾ വൃത്തിക്ക് ഉണ്ടാകും, അവൾക്ക് ധൈര്യം ഉണ്ടെന്നൊക്കെ അച്ഛനറിയാം. എൻ്റെ ക്യാപ്പബിലിറ്റീനെ കുറിച്ചിലൊക്കെ അറിയുന്നത് എൻ്റെ അച്ഛനാണ്. സപ്പോർട്ടറും അച്ഛൻ തന്നെയാണ്. അതിപ്പോൾ ഏത് കാര്യത്തിനായാലും യൂട്യൂബ് മാത്രമൊന്നുമില്ല, എല്ലാ കാര്യത്തിനെയും സപ്പോർട്ടർ മെയിൻ എൻ്റെ ഹീറോ അച്ഛൻ തന്നെയാണ്. അപ്പം നമ്മൾ കുറേ ആസ്വദിച്ചു. ഒരുപാട് കാലത്തിന് ശേഷം വന്നതാണ്. എനിക്കൊന്നും പ്രസവിച്ചിട്ട് വന്നിട്ടില്ല എന്ന് തോന്നുന്നു. ഇല്ല വന്നിട്ടില്ല. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇല്ല, ഈ ഒരു ഭാഗത്തേക്ക് വന്നിട്ടേ ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നു. ഏഴിമല കാണിച്ചു തന്നു, അക്കരെ കാണിച്ചു തന്നു, മാട്ടൂൽ. അപ്പോൾ നമ്മളുടെ ഈ ഒരു നാട് നിങ്ങൾക്ക് ഇഷ്ടമായോ? എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ അല്ലേ? അപ്പോൾ ഈ മുറ്റത്തെ മുല്ലയ്ക്ക് മണയില്ലാന്ന് തോന്നുന്ന ആൾക്കാരൊക്കെ ഇവിടെ വന്നിട്ട് ആസ്വദിച്ചോളൂ. നേരത്തെ ഒരു മുറ്റത്തെ മുല്ലയും കൊണ്ട് ഇറങ്ങിയില്ലേ. സംഭവം അതല്ല, നമുക്ക് നമ്മളുടെ മുറ്റത്ത് ഉണ്ടെങ്കിൽ പോലും നമ്മളതിൻ്റെ വില അറിയില്ല. കണ്ണ് പോയാലേ കണ്ണിൻ്റെ വില അറിയുമെന്ന് പറഞ്ഞ പോലെ നമുക്ക് നമ്മളുടെ അടുത്തുള്ള ആൾക്കാരെ അവർ പോയി കഴിഞ്ഞാലേ മനസ്സിലാകുന്ന പറഞ്ഞ പോലെയാണ്. പക്ഷേ ഇതെവിടെയും പോകുമെന്ന് ഞാൻ പറഞ്ഞതല്ല. കാരണം എന്ന് വെച്ചാൽ നമുക്ക് നമ്മളുടെ നാട്ടിൽ തന്നെ ഒരുപാട് സ്പോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കണ്ട് ആസ്വദിച്ചിട്ട് വേണം നമ്മൾ പുറം നാട്ടുകളൊക്കെ പോകാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് തന്നെ ടൂർ പോകണം. പുറം നാട്ടിനേക്കാൾ നമ്മൾ നമ്മുടെ നാടിനെ നോക്കണം കേട്ടോ. പിന്നെ ഏകദേശം ഇരുട്ടി ഗൈസ്, നിലത്തെ വെളിച്ചമൊക്കെ മങ്ങി. കാരണം നമ്മൾ സൺസെറ്റിലേക്ക് കടന്നു. അയ്യോ മോനെ, കുറേ കാലത്തിന് ശേഷം സൺസെറ്റ്. എല്ലാ സൺസെറ്റും വന്ന് കാണാനുള്ള ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷേ കണ്ട സൺസെറ്റൊക്കെ നല്ല ഭംഗിയിൽ. ഇവിടുന്ന് നല്ല ഫോട്ടോസൊക്കെ കിട്ടീന് ഈ സൺസെറ്റിൻ്റെ എടുത്തുന്നത് വേറൊരു ചെക്കനാണ്. അതായത് എൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ അവനെന്നെ അറിയാം, അവനെ അറിയില്ല. എന്താ പറയുക, വെളിച്ചപ്പാടിനെ എല്ലാവർക്കും അറിയാം, വെളിച്ചപ്പാടിന് അങ്ങനെ ആർക്കും അറിയില്ലല്ലേ. ഒരു പഴഞ്ചൊല്ല് ഓർമ്മ വന്നത്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഭാഗത്തേക്കുള്ളല്ലേ, അപ്പം എന്തായാലും അറിയാതിരിക്കില്ല. കാരണം ഈ ഭാഗത്ത് തന്നെ ഞാൻ ഇലക്ഷൻ ഡ്യൂട്ടിക്കെല്ലാം നിന്നത്. കാരണം കുറച്ച് പാർട്ടി വർക്കുകളിലായിട്ട് മുന്നോട്ട് പോകുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് എന്തായാലും എന്നെ അറിയാൻ വേണ്ടി പറ്റും, എൻ്റെ നാട്ടിലുള്ളവർക്ക്. അത് വിചാരിച്ച് ഞാനൊരു സെലിബ്രിറ്റി ഒന്നല്ല ഗൈസ്. അതൊക്കെ വിട്ടെ. അപ്പോൾ എങ്ങനെയാണ് സൺസെറ്റ്? ഇന്നത്തെ സൺസെറ്റ് പൊളിയാണ്. എന്നാലും ആ സൂര്യൻ്റെ യഥാർത്ഥ സൗന്ദര്യം കണ്ടില്ല. അത് വേറൊരു ദിവസമൊക്കെ വന്ന് നല്ല വൃത്തിക്ക് കാണാറുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ ക്യാമറേൻ്റെ വെളിച്ചവും എഫക്റ്റെല്ലാം കൊണ്ടാണ് ഈ വെളിച്ചം തോന്നുന്നത്. സത്യത്തിൽ വെളിച്ചം നല്ലോണം മങ്ങി. കുറച്ച് അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായി നല്ലോണം ഇരുട്ടായി എന്ന്. അപ്പം ഞാൻ മടങ്ങി ഗൈസ്. അതാണ് സ്പീഡിൽ ഓടി വിടുന്നത് ഓഡിയോ എന്ന് പറയുന്ന വീഡിയോ. അപ്പോൾ നമ്മൾ മടങ്ങി. അവരെ പണിയൊക്കെ അവർ കണ്ടിന്യൂസ് ആയിട്ട് നടത്തുന്നുണ്ട്. കാരണം അവരെന്തായാലും കുറച്ച് കഴിഞ്ഞേ വരും. അവരുടെ ലക്ഷ്യം അവർ മീനിന് വന്നതാണ്, ടൈം പാസ്സുമാണ് അല്ലേ. മീൻ പിടിക്കുക എന്ന് പറഞ്ഞൊരു ടൈം പാസ് പരിപാടിയാണ്, അടിപൊളിയാണ്. ചിലവർക്ക് ഇത് അഡിക്റ്റൊക്കെ ആയിട്ടുണ്ട് ഈ മീൻ പിടിക്കൽ, അത് ചൂണ്ടയിട്ടിട്ടേ. പക്ഷെ ഇവിടുന്ന് എന്തായാലും കിട്ടാറൊക്കെ ഉണ്ട്. കല്ലുമക്കായ, ഞണ്ട്, അങ്ങനത്തെ നല്ല നല്ല ഐറ്റംസൊക്കെ ഇവിടുന്ന് കിട്ടാറുണ്ട്. ഞാനിതുവരെ കണ്ടിട്ടില്ല, ഞാൻ പിടിക്കാനും പോയിട്ടില്ല. വേറെ കാര്യം, ബോയ്സൊക്കെ അല്ലെങ്കിൽ നമ്മളെ അച്ഛനെ പ്രായമുള്ളവരൊക്കെ പോകും. അച്ഛൻ ഇതുവരെ പോയിട്ടില്ല. അച്ഛൻ്റെ പണി പിന്നെ ഓട്ടോ ട്രിപ്പ് കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് തന്നെ പോകാൻ പറ്റില്ല. ഇത് പിന്നെ ടൈം പാസ്, ഒരു പണിയില്ലാണ്ട് നമുക്ക് ടൈം പാസ്സായിട്ട് ചെയ്യാൻ പറ്റുന്ന ജോലിയാണ്. പിന്നെ പോകുമ്പോൾ അത് കടലിങ്ങനെ ഇളകുന്നുണ്ടത്. അതുകൊണ്ട് കുറച്ചുകൂടി അവിടെ നിന്ന് പോവല്ലേന്നായിരിക്കും മനസ്സിങ്ങനെ പറയുന്നില്ല. പക്ഷേ മോൻ അവിടെ ഒറ്റക്കാണ്. അതുകൊണ്ട് ഗൈസ് വേഗത്തിൽ നടന്നു നമ്മൾ റിട്ടേൺ ആയി. അപ്പോൾ ഇതിൻ്റെ അച്ഛൻ ഞാൻ കാണിച്ചു തന്നില്ല, ഇത്രയേ ഉള്ളൂ. ഒന്നാമത് ഈ സ്ഥലം കാണിച്ചു തരാൻ കാരണം പ്രൈവസി ആഗ്രഹിക്കുന്നവർക്ക് പോകാൻ പറ്റിയ കിടിലൻ സ്പോട്ടാണ് ഈ കണ്ണൂർ അഴീക്കൽ സ്ട്രീറ്റിലുള്ള ഈ സ്പോട്ട്. അതായത് പുലിമുട്ടെന്ന് പറയും,
അഴീക്കൽ ബീച്ച് എന്ന് പറയും കേട്ടോ. അപ്പോൾ ഈ സ്ഥലം ഇനി ആരും ഒരിക്കലും മറക്കില്ല എന്ന് വിചാരിക്കുന്നു. സംഭവം കണ്ട ഈ ഒരു എഫക്റ്റില്ല, ഇത് എഫക്റ്റേ ഇല്ലാത്ത സംഭവം. നല്ലോണം ഇരുട്ടി ഏകദേശം ഒരു 6:30 ആ സമയം ആകാനായി, ഒരു 7 മണി ആകാനായി കാണും. ഭഗവാനെ, ഒറ്റയ്ക്കേ ഉള്ളൂ കുട്ടി. ആ ഒരു ടെൻഷനിലാണ്. ഇനി ഒഴിഞ്ഞത്തോട്ടം ഒറ്റയ്ക്കല്ലപ്പോൾ അനിയത്തിൻ്റെ അടുത്താക്കി. ഇനി എന്നാലും കുറച്ച് ഒരു ടെൻഷൻ കാണാം. ഞാൻ പറഞ്ഞ നേരത്തെ കാണിച്ചു തരാം, ഈ സ്ഥലം വരെ കാറ് പോകുള്ളൂ, പിന്നെ കുറച്ച് അങ്ങോട്ട് പോകില്ല. ആ സ്ഥലം വരെ കാറ് നമുക്ക് പാർക്ക് ചെയ്യാം. ബൈക്ക് ഞാനിപ്പോൾ നടന്ന് അത്ര വരെ ബൈക്ക് പോകും കേട്ടോ. നിങ്ങൾക്ക് ബൈക്കിലൂടെ അങ്ങനെ ഇതുവരെ കടലിലോട്ടോ ബൈക്കിലോട്ടോ ഇങ്ങനെ പോയതിനല്ല, കടൽ നോക്കിക്കൊണ്ടും, അതായത് ഇത്രയും ഇതേപോലെ കടലിൻ്റെയും പുഴയുടെയും നടുക്കിലോട്ട് ബൈക്കിലായിട്ട് പോയിട്ടുണ്ടാവില്ലല്ലോ. അപ്പോൾ ഈ ഒരു സ്പോട്ടിൽ വന്നു കഴിഞ്ഞാൽ കടലിൻ്റെയും പുഴയുടെയും നടുക്കൂട്ടെ ബൈക്കിൽ പോകാൻ വേണ്ടി പറ്റും. അപ്പോൾ എല്ലാവരും വന്നോളി. അപ്പോൾ നിങ്ങൾക്ക് നല്ല പ്രൈവസിയൊക്കെ ആഗ്രഹിക്കുന്നവരാണ് ഈ സ്പോട്ട് ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല. കിടിലൻ സ്പോട്ടാണ്. അപ്പോൾ നമ്മൾ മടങ്ങി ഓടിയാണ് ഗൈസ്. വേറൊന്നുമില്ല, അത് പോകാനാകുമ്പോഴാണ് അതായത് കുറച്ച് ഭംഗി കൂടിക്കൂടി വരുന്നത്. അതിപ്പോൾ അങ്ങനെയാണല്ലോ, നമ്മൾ ഇഷ്ടപ്പെട്ട സ്ഥലത്ത് തിരിച്ചു പോകുമ്പോഴേക്കാണ് ഒരിക്കൽ കുറച്ചുകൂടി ഭംഗി തോന്നുക. കാരണം അതിനെ പിരിയുന്ന വിഷമം കണ്ട. ഇപ്പോൾ തിരിച്ചു വരുമ്പോഴാണ് ഒരു കപ്പിളിനെ കണ്ടത്. കണ്ട, അത് അവർ പിന്നെയും എടുത്ത സമയം നോക്കിയാട്ടെ, അതായത് 6:30-7 മണി. കാരണം ആ സമയം ഇനിയും ആരും ഉണ്ടാവില്ല, മനസ്സിലായോ? ഇത്ര സമയം കുറച്ച് 2-3 ആളുകളുണ്ടായിനി. ഈ സമയം ആരും ഉണ്ടാവില്ല. അപ്പോൾ അവരും പ്രൈവസിക്ക് വന്നതാണ്. അടിപൊളി പ്രൈവസി ഏരിയ വൈബ്. എങ്ങനെയുണ്ട് ഗൈസ് എൻ്റെ സ്ട്രീറ്റ്, എൻ്റെ നാട്? അപ്പോൾ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് എല്ലാം ചെയ്തിട്ട് കാണാം. അപ്പോൾ ഇതുപോലത്തെ അടിപൊളി വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ഞാൻ വരും. അപ്പോൾ നമ്മൾ റിട്ടേണായി, വേറെ ഒന്നുമില്ല, ആസ്വദിച്ച്. അപ്പോൾ കുറേ കാലം കൂടിയിട്ട് എൻ്റെ ഒരു മൈൻഡൊക്കെ ശരിയായി സെറ്റായി, റിഫ്രഷ്, അതായത് ഒരു ഫ്രഷ് ലുക്ക് കിട്ടി. തോന്നുന്നില്ല ഗൈസ്, പോകാൻ തോന്നുന്നില്ല. തിരിഞ്ഞ് പിന്നെയും ഞാൻ അതന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അത്ര വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ട് എൻ്റെ വ്ളോഗ്? കുട്ടി വ്ളോഗാണ്, വലിയ ലാഗ് അടിച്ചോ? ടൈം പാസ്സായിട്ട് എടുത്തതാണ്, ഒന്നും വിചാരിക്കേണ്ട. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഗൈസ്, ഞാൻ മടങ്ങായി, ബൈ. അപ്പോൾ നമ്മൾ ഓട്ടോ ബീച്ച് ആൻഡ് അച്ഛനവിടെ നേരത്തെ തന്നെ എത്തി. ഞാൻ മെല്ലെയാണ് വന്നത്. ഓട്ടോയുടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓട്ടോയിൽ പോയി ഗൈസ്. നമ്മളങ്ങനെ സ്ഥലത്തോടെ വിട പറഞ്ഞു. അടുത്ത് തന്നെയല്ലേ, നെക്സ്റ്റ് സൺഡേ വരാം. പിന്നെ സ്പീഡിൽ അങ്ങ് പോയി. ഉണ്ടാ ഇതിലൂടെയെല്ലാം ഒരുപാട് പോയതാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ അത്ര വലിയ ചിലവൊന്നുമില്ലല്ലോ, വീടിൻ്റെ അടുത്ത് തന്നെയാണ്. അതുകൊണ്ട് ഓട്ടോയുണ്ട്, വേഗത്തിൽ നമുക്ക് മടങ്ങാം. ഇതേപോലെ എപ്പോഴെങ്കിലും എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ ഇതേപോലത്തെ എനിക്ക് ഇഷ്ടപ്പെട്ട ഈ സ്ഥലത്ത് ഞാൻ വരും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഐസ് ഫാക്ടറി, അതാണിത്. അപ്പോൾ അത് കഴിഞ്ഞു ഗൈസ്. അപ്പോൾ നമ്മൾ മടങ്ങി. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? ജെന്യുവനായിട്ട് ഇഷ്ടപ്പെട്ടോ? അതായത് ഈ കണ്ണൂരിലുള്ള അഴീക്കൽ ബീച്ച് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. മാത്രമല്ല കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളെല്ലാം ചെയ്തോ, റിപ്പോർട്ട് മാത്രം ചെയ്യല്ലേ പ്ലീസ്. കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ്. അത് ആരെങ്കിലും ഈ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നെക്സ്റ്റ് അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. ബൈ ഗൈസ്. അപ്പോൾ നമ്മൾ എത്തി. ബൈ.